അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കുമെന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിലും 3 മുന്നണികളും അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ അവകാശവാദങ്ങൾക്ക് ഉത്തരം വോട്ടെണ്ണൽ ദിനമായ മെയ് 4 ലഭിക്കും. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കണക്കുകൂട്ടലുകൾ നടത്തി ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. ജനം, അതോടൊപ്പം രാഷ്ട്രീയ മുന്നണികൾ പോലും കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് പുറത്തു നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് അത്രമാത്രം ശക്തികൾ ഇന്ന് രംഗത്തുണ്ട്. പെയ്ഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനം, സൈബർ സേനയുടെ ഇടപെടലുകൾ, ജനാധിപത്യത്തിന് നിരക്കാത്ത കൊടുക്കൽ വാങ്ങൽ രീതികൾ, ഇതെല്ലാം പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ രീതികളെ സ്വാധീനിക്കുന്നവയാണ്. ഇതിനു പുറമെ 2 കാര്യങ്ങൾ കൂടി ജനങ്ങളുടെ ആശയക്കുഴപ്പത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിലൊന്നാമത്തേത് BJP മുന്നണിയുടെ ശക്തമായ സാന്നിധ്യവും സീറ്റുകൾ ഉറപ്പിക്കുമെന്നുള്ള അവകാശവാദവുമാണ്. നേരത്തെയും BJP മുന്നണി ഉണ്ടായിരുന്നുവെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ തോതിൽ സ്വാധീനിക്കത്തക്ക വിധത്തിൽ നിർണായകമായിരുന്നില്ല. ഇപ്പോൾ അവരുടെ വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്. എത്രത്തോളം അത് ഉയരും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സ്ഥാനാർത്ഥികളുടെ ജയപരാജയ സാധ്യതകൾ. BJP കൂടുതൽ വോട്ട് വിഹിതം നേടിയാൽ അത് ഏത് മുന്നണിയെയാണ് ബാധിക്കുക? അവർ സീറ്റ് കൂടുതൽ ആർജിച്ചാൽ ഏത് സ്ഥാനാർത്ഥിയാവും തോൽക്കുക? ഇതിനൊരു ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ഏത് മുന്നണി അധികാരത്തിൽ വരും എന്ന് തീർപ്പ് കൽപ്പിച്ച് പറയാൻ കഴിയാത്ത വിധത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, SIR വഴി വോട്ടിലുണ്ടായിട്ടുള്ള കുറവാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ടിൻ്റെ കുറവുണ്ട്. എന്നാൽ ചില നിയോജക മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. SIR വഴി വെട്ടി നീക്കപ്പെട്ട വോട്ട് നേരത്തെ ആർക്ക് കിട്ടിയിരുന്നു? അത് പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലാണ്. അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുന്നണിക്ക് വോട്ടും സീറ്റും കുറയാനുള്ള സാധ്യതയുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. വോട്ട് കുറഞ്ഞതുകൊണ്ട് ശതമാനം നേരിയ തോതിൽ കൂടി എന്നേ ഉള്ളൂ. വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ BJP മുന്നണി കേരളത്തിൽ പ്രചരണം നടത്തിയത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം കൂടി കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ വലിയ പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ വേണ്ട വിധത്തിൽ സഫലമായിട്ടില്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിട്ടുള്ളത്.